ഹായ് മക്കളെ, നമ്മുടെ SSLC റിസൾട്ടുകളൊക്കെ വന്നു. ഒരുപക്ഷെ തോറ്റുപോയ വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ വിഷമം 1-2 A+ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്കായിരിക്കും അല്ലേ. നമ്മൾ പ്രതീക്ഷിച്ച അത്ര മാർക്കൊന്നും കിട്ടാത്ത ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. എനിക്കൊരു കാര്യമാണ് പറയാനുള്ളത്. നമ്മളോട് ഗവൺമെൻറ് ചെയ്തത് ഒരു ചതിയാണെന്ന് വെച്ചാൽ ഒരിക്കലും എനിക്ക് ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല. അതിലെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 60,000-ഓളം വിദ്യാർത്ഥികൾ നമുക്ക് എക്സാം എഴുതി ഫുൾ മാർക്ക് നേടിയിട്ടുണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി ഇപ്രാവശ്യം അതിൻ്റെ പകുതി മാത്രമാണ് ഫുൾ A+ എത്തിയത്. ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് മാറി, അതേപോലെ തന്നെ എക്സാം പാറ്റേൺ മാറി, വാല്യുവേഷൻ അത്ര ലിബറൽ ആയിട്ടുണ്ടായിരുന്നില്ല. പൊതുവേ സംഭവിക്കാറുള്ളത് എക്സാമൊക്കെ ഇത്ര ടഫ് ആവുകയാണെങ്കിലും വാല്യുവേഷൻ അത്ര അത്യാവശ്യം ഈസി ആക്കാറുണ്ടായിരുന്നു. പക്ഷേ വാല്യുവേഷൻ ഒന്നും അത്ര ഈസി ആക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെപ്പോഴും നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്ന സമയത്ത്, വലിയ വലിയ കോളേജിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളെ കാണാറുള്ളത് CBSE സിലബസ് പഠിച്ച വിദ്യാർത്ഥികളാണ്. എന്നാൽ CBSEൻ്റെ റിസൾട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കി, അവിടെ ഫുൾ A+ന് പകരം ഫുൾ A1 എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. പക്ഷേ ഫുൾ A1കാരുടെ എണ്ണമൊക്കെ കുറവാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ക്വാളിറ്റി അവർക്കാണ് നമ്മൾ പറയപ്പെടുന്നത്? തീർച്ചയായിട്ടും അവർ പഠിക്കുന്ന സിലബസും അവരുടെ എക്സാം സിസ്റ്റം ഒക്കെ തന്നെയാണ്. ആ രീതിയിലേക്ക് നമ്മളെ വളർത്തി കൊണ്ടുവരാൻ തന്നെയാണ് ഈ ഒരു എക്സാം സിസ്റ്റം ഉയർന്നത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാകും, പക്ഷേ അറ്റ് ദ എൻഡ് നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോൾ മനസ്സിലാവും അത് ക്വാളിറ്റിക്ക് വേണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഈ എക്സാം പാറ്റേൺ മാറിയത്, ഈ കാര്യങ്ങളൊക്കെ മാറിയത് നിങ്ങൾക്ക് നല്ലതിനാണ്. ഒന്നാമത്തെ റീസൺ, +1 +2 എത്തുന്ന സമയത്ത് CBSE കുട്ടികളും സ്റ്റേറ്റ് കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നത് NCERTയുടെ സിലബസ് ആണ് എന്ന് മനസ്സിലാക്കുക. 10ാം ക്ലാസ് വരെ കേരള സിലബസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ CBSE പഠിക്കുന്ന വിദ്യാർത്ഥികൾ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. എന്നാൽ +1 +2ന് ശേഷം അല്ലെ +1 +2ലൊക്കെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് രണ്ടുപേരും സെയിം നാഷണൽ ലെവലിലുള്ള ടെക്സ്റ്റ് ബുക്കാണ്. കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് മീഡിയത്തിലേക്കാണ് ആ ടെക്സ്റ്റ് ബുക്ക് വരുന്നത്. കംപ്ലീറ്റ്ലി എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള സിലബസുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത്യാവശ്യം കട്ടിയായിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എക്സാം സിസ്റ്റവും ഇത്തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കിലെ ചേഞ്ചസുകളൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. സോ അത് മറികടന്നുകൊണ്ട് ഏറ്റവും മുന്നിലേക്ക് എത്തുക എന്നതാണ് ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ 30,000-ലധികം വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ കിട്ടിയെന്ന് പറഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ +1 +2ലേക്ക് എത്തുന്ന സമയത്ത് ഇതിനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് ഒരു പക്ഷേ ഫുൾ A+ലേക്കൊക്കെ എത്തിയേക്കാം. കാരണം അവർ 10ാം ക്ലാസ്സിൽ പഠിച്ച രീതി അവർ ഓൾറെഡി അഡാപ്റ്റ് ആണ് സിസ്റ്റത്തിൽ. അതുകൊണ്ട് +1 +2ൽ കുറച്ചുകൂടി നേരത്തെ പഠിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇത് ചെറിയൊരു വീഴ്ചയായി കണ്ടുകൊണ്ട് +1 +2ലേക്ക് എത്തുന്ന സമയത്ത് അത് ഉയർത്തി എഴുന്നേൽക്കാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ കാണുക. ഒരാളും സങ്കടപ്പെടേണ്ടതില്ല. ഞാനിപ്പോൾ പറയുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ എന്നോട് തോന്നുന്നുണ്ടാവും, സാർ എന്തൊക്കെയാണ് പറയുന്നത്, കുട്ടികളുടെ കൂടെ നിൽക്കുക. ഞാൻ കുട്ടികളുടെ കൂടെ നിന്നുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ, ഇതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ +1 +2ലേക്ക് എത്തുക തന്നെ വേണം. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഇനി അങ്ങോട്ട് ഉണ്ടാവും, ത്രൂ ഔട്ട് ആയിട്ടുണ്ടാവും. നിങ്ങളെ മാക്സിമം ഞങ്ങളെ കൊണ്ടാവും പോലെ ഞങ്ങൾ പഠിപ്പിക്കും. 10ാം ക്ലാസ്സിൽ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ അതേപോലെ +1 +2ൽ നിങ്ങളെ പഠിപ്പിക്കുമെന്ന് ഞങ്ങൾ വാക്ക് തരികയാണ്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക, അവസാനത്തിലല്ല ആദ്യം മുതലേ പഠിക്കാൻ തയ്യാറാവുക. സോ ക്വാളിറ്റിയുള്ള വിദ്യാർത്ഥിയായിട്ട് നിങ്ങൾ മാറട്ടെ. കഴിഞ്ഞ വർഷമൊക്കെ ഫുൾ A+ ഉള്ള പല കുട്ടികളും +1ലേക്ക് എത്തുന്ന സമയത്ത് തോറ്റു പോകുന്നതും മാർക്ക് കുറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അതിൻ്റെ എണ്ണം കുറയുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ കുട്ടികളെക്കാൾ കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള വിദ്യാർത്ഥികളായിട്ട് മാറും. അത് അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ നിങ്ങളുടെ സിസ്റ്റം നിങ്ങൾ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈല ലേണിംഗ്. ഇതൊരിക്കലും ഒരു ചതിയല്ല, ഇത് നിങ്ങൾക്കുള്ള ക്വാളിറ്റി വാണിംഗ് ആണ്. ഇനി അങ്ങോട്ട് അത് കീപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക. ബൈ.